സ്നേഹം നിറഞ്ഞവരെ, ദാവീദ് രാജാവിന് ദൈവം നൽകുന്ന വാഗ്ദാനങ്ങളാണ് ഇന്നത്തെ ഒന്നാം വായനയിൽ നാം കാണുന്നത്. ആ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണം പ്രഖ്യാപിക്കുന്ന മംഗളവാർത്തയാണ് ഇന്നത്തെ സുവിശേഷം. പ്രധാനമായും 4 വാഗ്ദാനങ്ങളാണ് ദൈവം ദാവീദിന് നൽകിയത്. 1, നിന്റെ വംശം മഹനീയമായിരിക്കും. 2, സുസ്ഥിര രാജ്യം. 3, അവൻ എൻ്റെ പുത്രനായിരിക്കും. 4, അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. എന്താണ് ഇങ്ങനെയൊരു വാഗ്ദാനം ദാവീദിന് ലഭ്യമാക്കാൻ ഇടയാക്കിയ സാഹചര്യം എന്ന ചോദ്യം ഏറെ പ്രസക്തമാണ്. തൊട്ട് മുൻപോട്ടൊന്ന് വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് ദാവീദ് ഏറെ സന്തോഷത്തോടുകൂടി നൃത്തം ചെയ്ത് ദൈവത്തിന്റെ വാഗ്ദാന പേടകം ജെറുസലേമിലേക്ക് കൊണ്ടുവരുന്നതാണ്. തുടർന്ന് ഒരു ദേവാലയം പണിയാനുള്ള തന്റെ ആഗ്രഹവും പ്രകടിപ്പിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം അദ്ദേഹം ദൈവത്തിന് കൊടുത്തു. തന്റെയും തന്റെ രാജ്യത്തിന്റെയും കേന്ദ്രം കർത്താവാണെന്ന് സ്ഥാപിക്കുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, തലമുറകളിലേക്ക് നീളുന്ന അനുഗ്രഹങ്ങളുടെ അടിസ്ഥാനം ദൈവാരാധനയും ദൈവം കേന്ദ്രമായുള്ള ജീവിതവുമാണ്. സമ്പത്തോ സ്വാധീനങ്ങളോ സുരക്ഷിതമെന്ന് നാം കരുതുന്ന കെട്ടിടങ്ങളോ പേരെടുക്കാനുള്ള പോരാട്ടങ്ങളോ അല്ല തലമുറകളിലേക്ക് നീളുന്ന അനുഗ്രഹങ്ങൾക്ക് നിദാനമാകുന്നത്. മറിച്ച് ദൈവത്തിന് നാം കൊടുക്കുന്ന സ്ഥാനമാണ്. ദൈവമാണ് നമ്മുടെ കേന്ദ്രമെങ്കിൽ ബാക്കിയെല്ലാം നമുക്ക് ലഭ്യമാകും. നിർഭാഗ്യവശാൽ ഇസ്രായേൽ ജനത്തിന് ദൈവത്തോട് ഈ വിശ്വസ്തത പാലിക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ ഈ വാഗ്ദാനങ്ങൾ നിറവേറാൻ വൈകി. എന്നാൽ ദൈവം എത്രമാത്രം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണെന്നും ദൈവത്തിന്റെ വഴികൾ എത്രമാത്രം ഉന്നതമാണെന്നും ഇസ്രായേലിന്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. ഏകദേശം BC 1000 ദാവീദ് രാജാവിന് നാഥാൻ പ്രവാചകൻ വഴി ഈ വാഗ്ദാനങ്ങൾ ദൈവം നൽകുന്നത്. എന്നാൽ 1 നൂറ്റാണ്ട് കഴിയും മുൻപേ, അതായത് 922 BC സോളമന്റെ മരണത്തെ തുടർന്ന് രാജ്യം 2ആയി വിഭജിക്കപ്പെടുകയാണ്. ഉത്തരഭാഗത്തുള്ള 10 ഗോത്രങ്ങൾ ചേർന്ന് ഇസ്രായേൽ രാജ്യവും ദക്ഷിണഭാഗത്തെ യൂദ ബെഞ്ചമിൻ ഗോത്രങ്ങൾ ചേർന്ന് യൂദ രാജ്യവും. പിന്നീട് BC 722 ഇസ്രായേൽ അസീറിയൻ വിപ്രവാസത്തിലാകുന്നു. തീർന്നില്ല, BC 587 അവശേഷിച്ച യൂദ ബെഞ്ചമിൻ ഗോത്രങ്ങൾ ബാബിലോൺ വിപ്രവാസത്തിലേക്കും. ബാബിലോൺ സാമ്രാജ്യം യൂദ രാജ്യത്തെ അക്ഷരാർത്ഥത്തിൽ തകർത്തു കളഞ്ഞു. ദേവാലയം നശിപ്പിച്ചു, ജെറുസലേം അഗ്നിക്കിരയാക്കി, രാജാവിനെ ബന്ധനസ്ഥനാക്കി. മക്കളെ അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് തന്നെ കൊന്നുകളഞ്ഞിട്ട് അവസാനം കണ്ടത് തന്റെ പിൻഗാമികളുടെ മരണമായിരിക്കാൻ വേണ്ടി രാജാവിന്റെ കണ്ണ് ചൂഴ്ന്നു കളയുന്നു. ഈ ക്രൂരമായ സാമ്രാജ്യത്വ അധിനിവേശം കാണുമ്പോൾ ആരും ഒന്ന് ചോദിച്ചു പോകും, നിന്റെ രാജ്യം എന്നേക്കും നിലനിൽക്കുമെന്ന ദൈവിക വാഗ്ദാനത്തിന് എന്ത് സംഭവിച്ചുവെന്ന്. കാരണം ദാവീദിന്റെ രാജ്യം ഇനി ഒരിക്കലും തിരിച്ചു വരാനാകാത്ത വിധം തകർന്നു പോയിരുന്നു. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തിലും ഈ ഒരു ബാബിലോൺ അനുഭവം ഒരുപക്ഷെ ഉണ്ടായിരിക്കും. നഷ്ടങ്ങളുടെ കണക്ക് മാത്രമുള്ള അനുഭവം. എന്നാൽ ദൂതൻ നമ്മോടും പറയുന്നു, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. തങ്ങളുടെ പ്രവൃത്തികളാണ് വിപ്രവാസത്തിലേക്ക് നയിച്ചതെന്ന് തിരിച്ചറിഞ്ഞ ജനം കരുണയ്ക്കായി കേഴുന്നു. പിന്നീട് ബാബിലോൺ വിപ്രവാസത്തിൽ നിന്ന് യൂദ ബെഞ്ചമിൻ ഗോത്രങ്ങൾ മടങ്ങി വന്നെങ്കിലും ഉത്തരഭാഗത്തെ 10 ഗോത്രങ്ങൾ മറ്റ് ജനതകൾക്കിടയിൽ ചിതറിപ്പോയിരുന്നു. അതിൽ നിന്നാണ് ഇസ്രായേലിലെ നഷ്ടപ്പെട്ടുപോയ ഗോത്രങ്ങൾ എന്ന ചൊല്ലുണ്ടാകുന്നത് തന്നെ. തിരിച്ചു വന്നവർ ജെറുസലേം നഗരവും ദേവാലയവും പുതുക്കി പണിതെങ്കിലും ദാവീദിന്റെ സിംഹാസനം തിരിച്ചെടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. മാത്രമല്ല, പ്രധാനപ്പെട്ട പലതും അവർക്ക് നഷ്ടമായിരുന്നു. ഏറ്റവും പ്രധാനമായി പുതിയ ദേവാലയത്തിൽ ദൈവത്തിന്റെ വാഗ്ദാന പേടകവും ദൈവത്തിന്റെ മഹത്വവും ഇല്ലായിരുന്നു. ഇസ്രായേൽ ജനത്തിന് ദൈവിക സാന്നിധ്യത്തിന്റെ അടയാളമായിരുന്നു ഈ വാഗ്ദാന പേടകം. അതിന് എന്ത് സംഭവിച്ചു എന്നത് മക്കബായരുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ജെറുസലേം നശിപ്പിക്കപ്പെടുന്നതിന് തൊട്ടു മുൻപ് ദൈവത്തിന്റെ അരുളപ്പാടനുസരിച്ച് ജെറമിയ പ്രവാചകൻ കൂടാരവും പേടകവും തന്റെ പിന്നാലെ കൊണ്ടുവരാൻ കൽപ്പിച്ചു. ദൈവം നൽകുന്ന അവകാശഭൂമി കാണാൻ മോശ കയറിയ മലയിലേക്ക് അവൻ പോയി. അവിടെ ജെറമിയ ഒരു ഗുഹ കണ്ടു. കൂടാരവും പേടകവും ധൂപപീഠവും അതിൽ വച്ച് പ്രവേശനദ്വാരം അടച്ചു ഭദ്രമാക്കി. അനുയായികളിൽ ചിലർ അങ്ങോട്ടുള്ള വഴി അടയാളപ്പെടുത്താൻ മുതിർന്നെങ്കിലും ജെറമിയ ശകാരിച്ചുകൊണ്ട് പറഞ്ഞു, ദൈവം തന്റെ ജനത്തെ വീണ്ടും ഒരുമിച്ച് കൂട്ടുകയും
അവരോട് കരുണ കാണിക്കുകയും ചെയ്യുന്നതുവരെ ഈ സ്ഥലം അജ്ഞാതമായിരിക്കും. അന്ന് കർത്താവ് ഇത് വെളിപ്പെടുത്തും. അങ്ങനെ ഇസ്രായേൽ ജനത ഒരു നീണ്ട കാത്തിരിപ്പിലായിരുന്നു. ദാവീദ് കുടുംബത്തിന് നൽകിയ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി മാത്രമല്ല, മറിച്ച് ഒരു പുതിയ പുറപ്പാടിന് വേണ്ടി കൂടിയായിരുന്നു. അതാണ് പഴയ പുറപ്പാട് അവസാനിച്ച ജോർദാൻ നദിയിൽ അനുതാപത്തിന്റെ ജ്ഞാനസ്നാനം പ്രഖ്യാപിച്ചുകൊണ്ട് സ്നാപക യോഹന്നാൻ വന്നപ്പോൾ അവന്റെ അടുക്കിലേക്ക് ജനം മുഴുവനും ഒഴുകിയെത്തിയത്. ഈ പുറപ്പാടിൽ നഷ്ടപ്പെട്ടു പോയ അവരുടെ വാഗ്ദാന പേടകം തിരികെ ദൈവം കാണിച്ചു കൊടുക്കുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് മറിയത്തിന് മംഗളവാർത്ത ലഭിക്കുന്നത്. സത്യത്തിൽ മംഗളവാർത്ത ദാവീദ് കുടുംബത്തിന് ദൈവം നൽകിയ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണം മാത്രമല്ല, നഷ്ടപ്പെട്ടു പോയ വാഗ്ദാന പേടകം എവിടെയാണെന്ന് ദൈവം കാണിക്കുക കൂടിയാണ്. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുമെന്ന ഗബ്രിയേൽ ദൂതന്റെ വാക്കു കേട്ടപ്പോൾ ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന മറിയത്തിന്റെ മറുചോദ്യത്തിന് മാലാഖ നൽകുന്ന മറുപടിയിലൂടെയാണ് വാഗ്ദാന പേടകം എവിടെയെന്ന് ദൈവം നമുക്ക് കാണിച്ചു തരുന്നത്. മറുപടി ഇങ്ങനെയായിരുന്നു: പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. 1-ാം നൂറ്റാണ്ടിലെ യഹൂദനെ സംബന്ധിച്ച് ഈ മറുപടി കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ ഓർമ്മ വരുന്നത് പുറപ്പാട് പുസ്തകത്തിൽ ദൈവം ആവശ്യപ്പെട്ടത് പ്രകാരം മോശ വാഗ്ദാന പേടകം നിർമ്മിച്ച് പ്രതിഷ്ഠിച്ചപ്പോൾ നടന്ന കാര്യങ്ങളുടെ വിവരണമാണ്. അവിടെ ഇങ്ങനെ വായിക്കും: ഒരു മേഘം സമാഗമ കൂടാരത്തെ ആവരണം ചെയ്തു, കർത്താവിന്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നു. മേഘം പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ മഹത്വം അത്യുന്നതന്റെ ശക്തി. രണ്ടും വിരൽ ചൂണ്ടുന്നത് ദൈവീക സാമീപ്യത്തിലേക്കാണ്. മാത്രമല്ല, ആവസിച്ചു എന്ന് സുവിശേഷത്തിലും ആവരണം ചെയ്തു എന്നതിന് പുറപ്പാട് പുസ്തകത്തിലും പറഞ്ഞിരിക്കുന്നതിന് ഗ്രീക്ക് വിവർത്തനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ ഒന്നാണ്: എപ്പിസ്കിയാത്സോ. അതെ പ്രിയപ്പെട്ടവരെ, മറിയമാണ് പുതിയ വാഗ്ദാന പേടകം. പുറപ്പാട് മുതൽ ഇസ്രായേൽ ജനത്തിന് വാഗ്ദാന പേടകം ദൈവിക സാമീപ്യത്തിന്റെ അടയാളമായിരുന്നതുപോലെ തന്നെ പുതിയ പുറപ്പാടിൽ മറിയം നമുക്ക് ഒഴിച്ചുകൂടാനാകാത്ത പ്രതീകമാണ്. അത് സാധൂകരിക്കുന്നതാണ് വാഗ്ദാന പേടകത്തിൽ ഉണ്ടായിരുന്ന വസ്തുക്കൾ. അവ 10 കൽപ്പനകളടങ്ങിയ കൽഫലകവും യഥാർത്ഥ പൗരോഹിത്യത്തെ തിരിച്ചറിയാൻ ഉപകരിച്ച അഹ്റോന്റെ തളിർത്ത വടിയും ഇസ്രായേലിനെ മരുഭൂമിയിൽ തീറ്റിപ്പോറ്റാൻ ദൈവം നൽകിയ മന്നയുമായിരുന്നുവെങ്കിൽ, പുതിയ വാഗ്ദാന പേടകമായ മറിയത്തിന്റെ ഉള്ളിൽ 10 കൽപ്പനകളടങ്ങിയ കൽഫലകത്തിന് പകരം നിയമത്തിന്റെ പൂർത്തീകരണമായ വചനം മാംസം ധരിച്ച യേശു, പുരോഹിതനായ അഹ്റോന്റെ തളിർത്ത വടിക്ക് പകരം നിത്യപുരോഹിതനായ യേശു, മന്നയ്ക്ക് പകരം ജീവന്റെ അപ്പമായി തീർന്ന യേശു. അതുകൊണ്ട് വാഗ്ദത്ത ദേശത്തേക്ക് നീങ്ങിയ ഇസ്രായേൽ ജനതയ്ക്ക് ഏറ്റവും മുന്നിൽ നിന്ന് നീങ്ങിയിരുന്നത് വാഗ്ദാന പേടകമായിരുന്നതുപോലെ തന്നെ സ്വർഗം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള നമ്മുടെ യാത്രയിൽ മറിയത്തിനും പ്രത്യേക സ്ഥാനമുണ്ട്. അവളുടെ കൈപിടിച്ചുകൊണ്ട് നമുക്കും സ്വർഗപ്രവേശം സാധ്യമാക്കാം. ഇത്രയും ദുർഘടമായ സാഹചര്യത്തിൽ ദൈവത്തിന്റെ വാഗ്ദാനം പൂർത്തിയാക്കാൻ ദൈവം മറിയത്തെ തിരഞ്ഞെടുത്തുവെങ്കിലും ദൈവത്തിന് അവളുടെ സമ്മതം കൂടി ആവശ്യമായിരുന്നു. അതിന് അവളുടെ മറുപടി ഇങ്ങനെയായിരുന്നു: ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. പിതാക്കന്മാർ പറയുന്നതനുസരിച്ച് മറിയത്തിന്റെ ഈ സമ്മതത്തിനായി പ്രപഞ്ചം മുഴുവൻ ശ്വാസം പിടിച്ചു നിന്നു എന്നാണ്. കാരണം മാനവകുലത്തിന്റെ രക്ഷാമാർഗം തുറക്കാനുള്ള ദൈവത്തിന്റെ പദ്ധതിക്ക് മനുഷ്യന്റെ സഹകരണവും ദൈവത്തിന് ആവശ്യമായിരുന്നു. ദൈവത്തിന്റെ എല്ലാ പദ്ധതികളും അങ്ങനെയാണ്. ദൈവത്തെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല, എന്നാൽ നമ്മെ കൂടാതെ ദൈവം അവ ചെയ്യുകയുമില്ല. അങ്ങനെ ഹവ്വയിലൂടെ നമുക്ക് നഷ്ടമായ പറുദീസയിലേക്ക് മറിയത്തിലൂടെ നമുക്ക് പ്രവേശിക്കാനുള്ള വഴി തുറന്നു തന്നു. എന്താണ് ഹവ്വയെയും മറിയത്തെയും വ്യത്യസ്തരാക്കുന്നത്? രണ്ടുപേരും തങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ചു. ഹവ്വ പിശാചിന്റേതും മറിയം ഗബ്രിയേൽ മാലാഖയുടേതും. എന്നാൽ മറിയം ആലോചിച്ച് ചില കാര്യങ്ങൾ ചോദിച്ചറിയുക കൂടി ചെയ്തു. പ്രിയപ്പെട്ടവരെ, എന്ത് വിശ്വസിച്ചു എന്നതിനോടൊപ്പം പ്രാധാന്യം അർഹിക്കുന്നതാണ് നാം ആരെ വിശ്വസിച്ചു, എന്തുകൊണ്ട് വിശ്വസിച്ചു എന്നത്. സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും പലരും പറയുന്നത്
മറുചോദ്യങ്ങൾ ചോദിക്കാതെ ഞാൻ വിശ്വസിക്കുന്നുണ്ടോ എന്ന ആത്മപരിശോധന നല്ലതാണ്. രണ്ടാമതായി, പാപത്തിലേക്ക് വീഴുന്നത് എങ്ങനെയാണെന്ന് ഹൗവ കാണിച്ചു തരുമ്പോൾ കൃപയിലേക്ക് നടന്നെടുക്കുന്നത് എങ്ങനെയാണെന്ന് മറിയവും കാണിച്ചു തരുന്നു. ഉൽപ്പത്തിയിൽ ഇങ്ങനെ നാം വായിക്കും: ആ വൃക്ഷത്തിന്റെ പഴം ആസ്വാദ്യകരവും കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യമെന്ന് കരുതി അവൾ അത് പറിച്ചു കഴിച്ചു. സ്നേഹം നിറഞ്ഞവരെ, പാപത്തിലേക്ക് നയിക്കുന്ന എല്ലാ കാര്യങ്ങളും ആസ്വാദ്യകരമായിരിക്കാം, ഒരുപക്ഷെ കൗതുകത്തിന് തുടങ്ങിയതുമായിരിക്കാം. നമുക്ക് നല്ലതെന്ന് നാം കരുതുന്നവയും നമ്മുടെ ബുദ്ധിക്ക് നിരക്കുന്നതുമാകാം. എന്നാൽ രക്ഷയിലേക്ക് നയിക്കുന്നവ അങ്ങനെയാകണമെന്നില്ല. മംഗളവാർത്ത മറിയത്തെ സംബന്ധിച്ച് ആസ്വാദ്യകരമോ കൗതുകം നിറഞ്ഞതോ മനുഷ്യബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതോ ആയിരുന്നില്ല. കന്യക സഹവസിക്കുന്നതിന് മുമ്പ് ഗർഭിണിയായി കാണപ്പെടുക എന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ മാതാപിതാക്കളുടെയോ മുതിർന്നവരുടെയോ ഉപദേശങ്ങളോ ദൈവകൽപ്പനകളോ ദിവ്യബലിയോ മറ്റു കുദാശകളോ ജപമാല ചൊല്ലുന്നതോ കുടുംബ പ്രാർത്ഥനയോ വിശ്വാസ സംബന്ധമായ മറ്റെന്തുമോ കണ്ണിന് ആസ്വാദ്യം പകരുന്നതോ കൗതുകം ഉണർത്തുന്നതോ ബുദ്ധിക്ക് നിരക്കുന്നതോ ആകണമെന്നില്ല. പക്ഷേ നമ്മുടെ രക്ഷയ്ക്കുള്ള മാർഗമാണവയെന്ന് തിരിച്ചറിയുക. മംഗളവാർത്തകൾ തിരിച്ചറിയാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.